Good morning, everyone. ഇന്ന് നമ്മുടെ ഫോർത്ത് ക്ലാസ് ആണ് മെഷീൻ ലേണിംഗിൻ്റെത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഞാൻ മെഷീൻ ലേണിംഗിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് ബേസ്ഡ് ഓൺ ദി ഔട്ട്പുട്ട് ഓഫ് ദി ലേണിംഗ് അൽഗോറിതം. അങ്ങനെയാണ് നമ്മൾ അസോസിയേഷൻ ലേണിംഗും നമ്മൾ ക്ലാസിഫിക്കേഷനും പഠിച്ചു. Okay, now the third type of learning based on the output that is given by the learning algorithm is regression. Today we're going to start with regression, and then we will look at some other types of machine learning algorithms also based on how the algorithm works. Ipo njan parayuna 3 ക്ലാസ്സുകളും is based on what is the output of the learning algorithm. The next section which we are going to do today will be based on how the algorithm learns. Learning algorithm എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത സെറ്റ് ഓഫ് ക്ലാസ്സസ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. Now ഇവിടെ ഔട്ട്പുട്ടെ ബേസ് ചെയ്ത് ചെയ്യുന്നതിൽ we already looked at association learning, we already looked at classification learning. Now the third type is regression. റിഗ്രഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഔട്ട്പുട്ട് ന്യൂമറിക് വാല്യൂ ആയിരിക്കും, ഒരു നമ്പർ ആയിരിക്കും, ഒന്നെങ്കിൽ ഇൻറ്റിജർ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, ഈ ക്വാണ്ടിറ്റി എന്നൊരു ഇൻപുട്ട് ആയിട്ട് നമുക്ക് കൊടുക്കുന്നത് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് വേരിയബിൾ വേണേലും കൊടുക്കാം. നോർമലി നമുക്ക് ഔട്ട്പുട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ടും കൊടുക്കുന്നത് ന്യൂമറിക്കൽ വേരിയബിൾ ആയിരിക്കും. പക്ഷെ അത് നിർബന്ധമൊന്നുമില്ല. ഡിസ്ക്രീറ്റ് വാല്യൂസോ റിയൽ വാല്യൂസോ നമുക്ക് കൊടുക്കുന്ന വാല്യൂസ് കാറ്റഗറീസ് കൊടുക്കാനായിട്ടും ചില കേസസിൽ കാറ്റഗറീസും കൊടുക്കാറുണ്ട്. നോർമൽ കേസിൽ നമ്മൾ ന്യൂമറിക് വേരിയബിൾസ് ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് റിഗ്രഷന് എപ്പോഴും നമ്പർ ആയിരിക്കും. ഓക്കെ, so that is what should come into your mind whenever you hear the term regression. You should remember that this is a learning algorithm that will give as output a numeric value. Okay, ഇത് എങ്ങനെ തരും? അതിനു വേണ്ടി നമ്മൾ ഇൻപുട്ടെ ബേസ് ചെയ്ത് ഒരു ഫംഗ്ഷനെ ലേൺ ചെയ്യുവാണ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ ലേൺ ചെയ്തിട്ട് ആ ഫംഗ്ഷനിലേക്ക് ഇൻപുട്ടും പാരാമീറ്റേഴ്സും കൊടുത്തു കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി ദ ഔട്ട്പുട്ട് വിൽ ബി ജനറേറ്റഡ് ബൈ ദി ലേണിംഗ് അൽഗോറിതം. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണുന്നത്. സപ്പോസിങ് ഐ ഹാവ് ഗോട്ട് ആസ് ഇൻപുട്ട് പ്രൈസ്, ഏജ്, ഡിസ്റ്റൻസ് ആൻഡ് വെയിറ്റ്. ഈ പ്രൈസും ഏജും ഡിസ്റ്റൻസും വെയിറ്റും ആണ് എൻ്റെ ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത്. Now ഇത് വെച്ചിട്ട് സിസ്റ്റം ലേൺ ചെയ്യണം. ഓക്കെ, സിസ്റ്റം ഈ ഡേറ്റ സെറ്റ് വെച്ചിട്ട് സിസ്റ്റം ലേൺ ചെയ്യണം. ലേൺ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പം ഇതിലൊന്നും ഇല്ലാത്ത സെറ്റ്സ് ഓഫ് ഇൻപുട്സ് ഏജും ഡിസ്റ്റൻസും വെയിറ്റും തരുവാണെങ്കിൽ നമുക്ക് പ്രൈസിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ആ വാല്യൂ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. സോ the example of a regression problem is estimate the price of a car if the car is aged 25 years, it has been used for 53,240 kilometers. അത്രയും കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. അതിന്റെ മൊത്തം വെയിറ്റ് എന്ന് പറയുന്നത് 1700 പൗണ്ട്സ് ആണ്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് നമുക്കുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന ഡേറ്റ സെറ്റ് ലേൺ ചെയ്തിട്ട് മെഷീൻ ലേണിംഗ് പ്രെഡിക്റ്റ് ചെയ്യാം. മെഷീൻ അൽഗോറിതം പ്രെഡിക്റ്റ് ചെയ്യണം എന്താണ് ഈ പുതിയ ഡേറ്റയുടെ പ്രൈസ് എന്ന്. ഇതാണ് നമ്മളുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതെങ്ങനെ ചെയ്യും? ഒന്നാമത്തെ കാര്യം, I told you that we are going to learn a function. അപ്പോൾ ഫംഗ്ഷനിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് എക്സ് ഇൻപുട്ട് വാല്യൂസും തീറ്റ പാരാമീറ്റർ വാല്യൂസും. ഈ തീറ്റ വാല്യൂസ് പാരാമീറ്റർ വാല്യൂസ് മെഷീൻ ലേണിംഗ് അൽഗോറിതം ആ ഡേറ്റ സെറ്റിന്റെ ഓരോ ഡേറ്റ വെച്ചിട്ട് ലേൺ ചെയ്യുമ്പോഴാണ് ഈ തീറ്റ വാല്യൂസിനെ അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം ഒരു പർട്ടിക്കുലർ വാല്യൂയിൽ കൊണ്ടെത്തിക്കും. അപ്പം തീറ്റ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ലേൺ ചെയ്യുന്ന വാല്യൂസ് ആണ്. എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ആയിട്ട് അല്ലെങ്കിൽ ഡേറ്റ സെറ്റ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന വാല്യൂസ് ആണ്. വൈ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഔട്ട്പുട്ട്. സോ the x is the input variables, y is the output variable, and x, y and suitable parameters theta വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ഫംഗ്ഷനെയാണ് റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, now
ഈ മെഷീൻ ലേണിംഗ് അൽഗോറിതം പാരാമീറ്റേഴ്സിനെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? ഇതൊരു വലിയ ലൈക്ക് എന്താ പറയാ ടോപ്പിക് ആണ്. ഐ എം ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് ദ ടോപ്പിക്. ബിക്കോസ് പാരാമീറ്റേഴ്സിനെ നമുക്ക് ലേൺ ചെയ്യുമ്പോഴത്തേനും അഡ്ജസ്റ്റ് ചെയ്താണ് ലേൺ ചെയ്യുന്നത്. ആദ്യം ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഒരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ആ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തീറ്റായെ സെറ്റ് ചെയ്യും. അടുത്ത ഇൻപുട്ട് എടുക്കുമ്പോഴത്തേനും ആ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രീവിയസ്ലി സെറ്റ് ചെയ്ത തീറ്റായെ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഒത്തിരി ഡേറ്റ ലേൺ ചെയ്തിട്ടാണ് ഫൈനലി തീറ്റായെ നമ്മൾ അറൈവ് ചെയ്യുന്നത്. മെഷീൻ ലേണിംഗ് അൽഗോരിതം ഓപ്റ്റിമൈസ് ചെയ്ത് ഒരു സെറ്റ് ഓഫ് തീറ്റ വാല്യൂസിൽ അറൈവ് ചെയ്യും. ഇതെങ്ങനെ അറൈവ് ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആണ്. ഏറ്റവും കുറവ് എറർ വരുന്നതിനനുസരിച്ച് തീറ്റായെ അഡ്ജസ്റ്റ് ചെയ്ത് എറർ നമുക്ക് ഏറ്റവും ലീസ്റ്റ് ആക്കും. സോ ഇറ്റ് ഇസ് എ മിനിമൈസേഷൻ പ്രോബ്ലം. ഓക്കെ, എറർ മിനിമൈസ് ചെയ്യുന്നതിനനുസരിച്ചാണ് തീറ്റായെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഇറ്റ് വിൽ ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ വിച്ച് ഇൻപുട്സ് ഗിവ്സ് വാട്ട് ഔട്ട്പുട്ട്. നമ്മുടെ എയിം ഇസ് ഓൾവേസ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഈ ലേണിംഗ് അൽഗോരിതം തരണം. ഓക്കെ, എക്സാക്ട് ഔട്ട്പുട്ട് ഒന്നും തരണമെന്നല്ല പറയുന്നത്. ചെറിയ എറർ ഇസ് ആക്സെപ്റ്റബിൾ, ബട്ട് ഏറ്റവും കുറവ് എറർ വെച്ചിട്ട് നമുക്കൊരു വാല്യൂ തരണം. അപ്പൊ ഈ കേസിൽ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി വെരി ക്ലോസ് ടു ദ റിയൽ വാല്യൂ. ഓക്കെ, ഇനി ഇവിടെ ഈ പർട്ടിക്കുലർ കേസിൽ y is equal to fx theta എന്ന് പറയുമ്പോൾ ലെറ്റ്സ് അസ്യൂം ദാറ്റ് ദ റിഗ്രഷൻ ഫംഗ്ഷൻ ഇസ്, കാരണം നമുക്ക് 3 ഇൻപുട്ട് ഉണ്ട്, ഏജും ഡിസ്റ്റൻസും വെയിറ്റും. ഓക്കെ, ആൻഡ് A0 എന്ന് പറയുന്നത് എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനറൽ പാരാമീറ്റർ. ഓക്കെ, സോ ഏജ് എത്രത്തോളം ഏജ് ഫാക്ടർ നമുക്ക് ഈ പ്രൈസുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ അതേ ബേസ് ചെയ്തിട്ടായിരിക്കും A1 സെറ്റ് ചെയ്യുന്നത്. ഹൗ മച്ച് ഡിസ്റ്റൻസ് വിൽ അഫക്ട് ദ പ്രൈസ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് വിൽ അഫക്ട് ദ പ്രൈസ്, അതാണ് അതേ ബേസ് ചെയ്തിട്ടാണ് A2 ഡിറ്റർമിൻ ചെയ്യുന്നത്. വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രൈസിന് ഡിഫറൻസ് ഉണ്ടോ, കുറയുന്നതിനനുസരിച്ച് പ്രൈസിന് ഡിഫറൻസ് ഉണ്ടോ, അതേ ബേസ് ചെയ്തിട്ടാണ് A3 അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇത് മൂന്നും കൂടാതെ ഒരു ജനറൽ എറർ ഫാക്ടർ ഉണ്ടാകാം, അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് A0 യൂസ് ചെയ്യുന്നത്. സോ ദ ഫംഗ്ഷൻ ജനറൽ ഫോമിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ വിൽ ബി A0 പ്ലസ് A1 ഏജ് പ്ലസ് A2 ഡിസ്റ്റൻസ് പ്ലസ് A3 weight. Okay, the exact values of A0, A1, A2 and A3 is determined by the learning process of the algorithm. പല അൽഗോരിതത്തിന് വ്യത്യസ്തമായിരിക്കും. അത് നമ്മൾ ഓരോ അൽഗോരിതം ഇനി പഠിക്കും അടുത്തടുത്ത മോഡ്യൂളിൽ. അന്നേരം ആ അൽഗോരിതങ്ങളിൽ ചില അൽഗോരിതങ്ങളിൽ എങ്ങനെയാണ് പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നതെന്നും ഒക്കെ നമ്മുടെ സിലബസിനനുസരിച്ച് ഐ വിൽ ബി ടീച്ചിങ്. ഓക്കെ, so this is x എന്ന് പറയുന്ന ഈ കേസിൽ ഏജും ഡിസ്റ്റൻസും വെയിറ്റും ആണ്. y എന്ന് പറയുന്നത് ഈ കേസിൽ പ്രൈസ് ആണ്. തീറ്റ എന്ന് പറയുന്നത് A0, A1, A2, A3. This is our regression function. Now regression models എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിഗ്രഷൻ ഫങ്ഷൻസ് നമുക്ക് മോഡൽ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് വെച്ചാൽ ഒരു ലൈൻ വെച്ചിട്ട് നമുക്ക് ഫങ്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുമ്പോൾ എക്സാമ്പിൾസ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നതും സിമ്പിൾ ലീനിയർ റിഗ്രഷന്റെ എക്സാമ്പിൾസ് ആയിരിക്കും ചെയ്യുന്നത്. കാരണം മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതേ നമുക്ക് പറ്റത്തുള്ളൂ. മൾട്ടി വേരിയേറ്റ് ഒക്കെ വരുമ്പോഴത്തേനും ഇത്തിരി പ്രയാസമാണ് നമുക്ക് ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ചെയ്യാൻ. പക്ഷെ പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് മൾട്ടി വേരിയേറ്റ് ലീനിയർ റിഗ്രഷൻ ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഒറ്റ വേരിയബിൾ, ദാറ്റ് ഇസ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ, എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്ന ഒറ്റ വേരിയബിൾ ആണ്. ആ കേസിലാണ് നമ്മൾ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഫംഗ്ഷൻ വിൽ ബി എ ലൈൻ. സോ നമ്മുടെ ലൈൻ ഫംഗ്ഷൻ y is equal to mx plus b എന്ന് പറയുന്ന അതേ ഫംഗ്ഷൻ ആണ് ഈ കാണുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് വൺ മോഡൽ. രണ്ടാമത്തെ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു വേരിയബിൾ അല്ല ഇൻപുട്ട് ആയിട്ട്, ഇപ്പൊ ഈ കാറിന്റെ കേസിൽ തന്നെ നമുക്ക് ഒരു വേരിയബിൾ അല്ലായിരുന്നു ഇൻപുട്ട് ആയിട്ടുള്ളത്. നമുക്ക് ഏജ് ഉണ്ടായിരുന്നു, വെയിറ്റ് ഉണ്ടായിരുന്നു, ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇറ്റ് ഇസ് നോട്ട് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ. അവിടെ നമുക്ക് മൾട്ടിവേരിയേറ്റ് ലീനിയർ റിഗ്രഷനെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ കേസിൽ വി വിൽ ബി യൂസിങ് അൽഗോറിതംസ് ടു ഫൈൻഡ് ദ ഫംഗ്ഷൻ y is equal to A0 plus A1 x1 plus etc. എത്ര വേരിയബിൾ ഉണ്ടോ പ്ലസ് an xn.
ഓക്കെ, അതിനെയാണ് മൾട്ടിവേരിയറ്റ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും കൂടെ ലൈൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത ഇക്വേഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ അന്നേരം അത് ലീനിയറേ അല്ല. ലീനിയർ അല്ലെങ്കിൽ പിന്നെ വി ഗോ ഇൻ ടു പോളിനോമിയൽ റിഗ്രഷൻ. സോ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ ഈ വേരിയബിൾ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് ടൈം ഡിഫറെന്റ് വാല്യൂസ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ലൈൻ വെച്ചിട്ട് പറ്റത്തില്ല. വി നീഡ് ഡിഫറെന്റ് കർവ്സും ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് പോളിനോമിയൽ റിഗ്രഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നോർമലി ഞാൻ പോളിനോമിയൽ റിഗ്രഷൻ പഠിപ്പിക്കത്തില്ല, ഈ സിലബസിൽ നമുക്ക് ഉണ്ടാവാറില്ല. പക്ഷെ ജനറൽ ആയിട്ട് ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ചില പോളിനോമിയൽ ഫങ്ഷൻസിനെ ഐ വിൽ ഇൻട്രൊഡ്യൂസ്. ഓക്കെ, അടുത്തത് ലോജിസ്റ്റിക് റിഗ്രഷൻ. ലോജിസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ കമ്പ്യൂട്ടറിൽ വേരിയബിൾസിനെ നോർമലി ഡിറ്റർമിൻ ചെയ്യുന്നത് ദ വേരിയബിൾ ഇസ് ബൈനറി, ഒന്നെങ്കിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്ത് ഒരു മോഡലിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത്. നോർമലി ഇത് ഈ ഫങ്ഷൻസ് എല്ലാം തന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ് ആയിരിക്കും. ഓക്കെ, സോ ലോജിസ്റ്റിക് റിഗ്രഷനും ഒരു പരിധി വരെയൊക്കെ വി വിൽ ബി ലേണിംഗ് ഇൻ ദിസ് സിലബസ്. സോ അങ്ങനെ 4 തരം റിഗ്രഷൻസ് ആണ് നമുക്കുള്ളത്. ഇതിനെ നമ്മൾ നേരത്തെ അൽഗോറിതംസ് കണ്ടതുപോലെ തന്നെ ഈ 4 തരം അൽഗോറിതംസ് ആയിരിക്കും റിഗ്രഷന് യൂസ് ചെയ്യുന്നത്. 1 സിമ്പിൾ ലീനിയർ റിഗ്രഷൻ, 2 മൾട്ടിവേരിയേറ്റ് ലീനിയർ റിഗ്രഷൻ, 3 പോളിനോമിയൽ റിഗ്രഷൻ, 4 ലോജിസ്റ്റിക് റിഗ്രഷൻ. ഓക്കെ, ഇനി റിഗ്രഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്, ഇതും ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ്, ബട്ട് ബേസ്ഡ് ഓൺ ദി ഔട്ട്പുട്ട് ഓഫ് ദി ലേണിംഗ് അൽഗോറിതം. ഓക്കെ, ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ലേണിംഗ് അൽഗോറിതംസ് ഡിഫറെന്റ് ടൈപ്സ് ബേസ്ഡ് ഓൺ ഹൗ ലേണിംഗ് ഇസ് ഡൺ. എങ്ങനെയാണോ സിസ്റ്റം ലേൺ ചെയ്യുന്നത്, മെഷീൻ ലേൺ ചെയ്യുന്നത്, അതേ ബേസ് ചെയ്തിട്ട് 3 തരമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. 1 സൂപ്പർവൈസ്ഡ് ലേണിംഗ്, 2 അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, 3 റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. We're going to look, ഇത് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇനി ഫർദർ നമ്മൾ പഠിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്? സൂപ്പർവൈസ്ഡ് ലേണിംഗ് വളരെ സിമ്പിൾ ആണ്. ഞാൻ ഇപ്പൊ നിങ്ങളെ ഒരു പ്രോബ്ലം പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സുപ്രഭാതത്തിൽ വന്ന് നിങ്ങളെ തിയറി മാത്രം പഠിപ്പിച്ചിട്ട് ക്വസ്റ്റ്യൻ അങ്ങ് ഇട്ട് തരുവല്ല ചെയ്യുന്നത്. പകരം ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തരും. പ്രോബ്ലം തന്ന് ഞാൻ ആദ്യം അത് വർക്ക് ചെയ്യും. വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഓരോന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഐ വിൽ ഷോ യു ഹൗ ദി ആൻസർ ഇസ് ഗോട്ട്. സോ യു ഹാവ് ബോത്ത് എ ക്വസ്റ്റ്യൻ പാറ്റേൺ ആൻഡ് യു ഹാവ് ഗോട്ട് ആൻ ആൻസർ പാറ്റേൺ. ഓക്കെ, സോ നമ്മുടെ ഡേറ്റ സെറ്റിന്റെ അകത്ത് ഇൻപുട്ടും ഉണ്ട് ഔട്ട്പുട്ടും ഉണ്ടെങ്കിൽ വി ഹാവ് ഗോട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് പെയർ. ഓക്കെ, ഈ കാറിന്റെ കേസിൽ തന്നെ നമ്മൾ നോക്കുമ്പം ഈ കേസിൽ കണ്ടോ, പ്രൈസ് ആണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതുമുണ്ട് ഡേറ്റ സെറ്റിൽ, ഇൻപുട്ട് ഏജും ഡിസ്റ്റൻസും വെയിറ്റും ആണ്, അതുമുണ്ട് ഡേറ്റ സെറ്റിന്റെ അകത്ത്. സോ ഈ കേസിൽ ഐ ഹാവ് ഗോട്ട് എക്സാമ്പിൾസ് ഓഫ് ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പെയർസ്. എന്നിട്ടാണ് മെഷീൻ ലേൺ ചെയ്യുന്നത്. Okay, so it is based on examples of input output pairs. Such learning is called supervised learning. ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നമുക്ക് ട്രെയിനിങ് ഡേറ്റ ഉണ്ട്. ഈ ട്രെയിനിങ് ഡേറ്റ യൂസ് ചെയ്തിട്ട്, ഇൻപുട്ടും ഔട്ട്പുട്ടും ഉള്ള ട്രെയിനിങ് ഡേറ്റയാണ്, അത് യൂസ് ചെയ്തിട്ട് ഫംഗ്ഷനെ ഡിറ്റർമിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പുതിയ എക്സാമ്പിൾസ് കൊടുത്തിട്ട് അത് ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നത്. ബോത്ത് ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ ആർ സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഓക്കെ, സോ ഈ ഡയഗ്രാം നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. റോ ഡേറ്റ ഇൻപുട്ട് ആയിട്ടുണ്ട്. ഈ അൽഗോറിതം ലേൺ ചെയ്യുന്നത് ട്രെയിനിങ് ഡേറ്റ വെച്ചിട്ടാണ്. ഈ ട്രെയിനിങ് ഡേറ്റ ഇൻപുട്ട് മാത്രമല്ല ഉള്ളത്, ഡിസയേർഡ് ഔട്ട്പുട്ടും ഈ ട്രെയിനിങ് ഡേറ്റയ്ക്കകത്തുണ്ട്. ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ഈ മെഷീൻ അൽഗോറിതം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ പുതിയൊരു ഇൻപുട്ട് കിട്ടുമ്പം ഈ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, ലേൺ ചെയ്ത് വെച്ചിരിക്കുന്ന അൽഗോറിതം വെച്ചിട്ടാണ് പ്രോസസ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത്. Okay, both in the case of regression and the case of classification, this is the process, and this is called supervised learning. എന്നുവെച്ചാൽ നമ്മളൊക്കെ പഠിക്കുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ ചെയ്ത് കറക്റ്റ് ആൻസർ ഏതാ റോങ് ആൻസർ ഏതാന്ന് കണ്ടുപിടിച്ചാണ് നമ്മൾ
പഠിക്കുന്നത്. അല്ലാതെ ഞാൻ എന്തേലും ഒന്ന് ഇൻപുട്ട് ആയിട്ട് തന്നിട്ട് നിങ്ങൾ എന്തേലും ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്നതിനല്ല ലേണിംഗ് എന്ന് പറയുന്നത്. ദിസ് ഇസ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ദിസ് ഇസ് ഹൗ നോർമലി ഹ്യൂമൻ ബീയിങ്സ് ലേൺ. ഓക്കെ, നൗ വാട്ട് ഇസ് സൂപ്പർവൈസർ? ഈ ഒരു പർട്ടിക്കുലർ അൽഗോറിതം ട്രെയിനിങ് ഡേറ്റയും കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസും വെച്ച് ആദ്യം ഒരു ഡേറ്റ സെറ്റ് എടുത്തിട്ട് ഒരു പാരാമീറ്റേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു അൽഗോറിതം ആക്കും. എന്നുവെച്ചാൽ ഞാൻ ഒരു മാത്സിന്റെ പ്രോബ്ലം നിങ്ങൾക്ക് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. രണ്ടാമത് വേറെ ഒരെണ്ണം സെയിം ടൈപ്പ് അല്ല ബട്ട് സ്ലൈറ്റ്ലി ഡിഫറൻസ് ഉള്ള വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ തരുമ്പോഴാണ് നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടെ മനസ്സിലാവുന്നത്. ഓക്കെ, നേരത്തെക്കാട്ടിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാവും. അങ്ങനെ പല പ്രാവശ്യം ഡേറ്റ 1 by 1 എടുത്തിട്ട് ആ അൽഗോറിതത്തിനെ ലേൺ ചെയ്യിപ്പിക്കുന്നതിനാണ് സൂപ്പർവൈസർ അൽഗോറിതം ചെയ്യുന്നത്. ആൻഡ് വെൻ ഡസ് ലേണിംഗ് സ്റ്റോപ്പ്? ലേണിംഗ് സ്റ്റോപ്സ് വെൻ ഒന്നെങ്കിൽ ഡേറ്റ സെറ്റ് ഫുൾ ലേൺ ചെയ്യണം, അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ലേൺ ചെയ്യുമ്പോൾ എറർ വളരെ മിനിമം ആണെങ്കിൽ, എന്ന് വെച്ചാൽ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് ഒരു എറർ റേറ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ലേണിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. പെർഫോമൻസ് ആണ് ഒരു രീതിയിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് വെദർ ദ ലേണിംഗ് ക്യാൻ ബി സ്റ്റോപ്ഡ്. ഓക്കെ, സോ ലേൺ ചെയ്യിപ്പിക്കുന്ന അൽഗോറിതത്തിന്റെ പേരാണ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, a patient enters a clinic. The data consists of collect ചെയ്യുന്ന data ജെൻഡറും ഏജും ആണ്. Okay, and each patient is labeled as either healthy or sick. Now നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അൽഗോറിതം ചെയ്യേണ്ടത് predict whether a new patient is healthy or sick. അപ്പൊ പ്രായവും ജെൻഡറും വെച്ചിട്ട് നമുക്ക് ഒരു പേഷ്യന്റ്, ഇത് രണ്ടുമേ ഉള്ള, വേറെ ഒരു ഡേറ്റയും ഇല്ല. അത് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് ഉണ്ട് ഓൾറെഡി. ഇൻപുട്ട് ആണ് ഏജും ജെൻഡറും. ഔട്ട്പുട്ട് ഓൾറെഡി തന്നിട്ടുണ്ട്, സിക്കും ഹെൽത്തിയും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇനി ഏത് അൽഗോറിതം, രണ്ടും ഉള്ളത് കൊണ്ട് ഇത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. ഓക്കെ, actually we need more data, but this is an example that is being given. Both input and output is available for the learning process, so it is called supervised learning. ഇനി അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, നേരത്തെ തന്നെ മനസ്സിലായല്ലോ. സൂപ്പർവൈസ്ഡ് ആണെങ്കിൽ ഇൻപുട്ടും ഉണ്ട് ഔട്ട്പുട്ടും ഉണ്ട്. അൺസൂപ്പർവൈസ്ഡ് ആണെങ്കിൽ നമുക്ക് ഇൻപുട്ട് ഡേറ്റ മാത്രമേ ഉള്ളൂ, ഔട്ട്പുട്ട് ഇല്ല, ലേബിൾസ് ഇല്ല, അല്ലെങ്കിൽ ക്ലാസ്സസ് ഇല്ല. എന്നാലും നമുക്ക് ലേൺ ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ഞാൻ കുറെ എന്താ പറയാ, ഒരു ബാഗ് നിറച്ച് ഞാൻ കുറെ കളേഴ്സ് ഉള്ള ബീഡ്സ്, മുത്തുകൾ നിങ്ങൾക്ക് തരിക. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്യും. വേറെ ഒരു കഥയും ഞാൻ പറയുന്നില്ല. വേറെ ഏതൊക്കെ കാറ്റഗറീസാ വേണ്ടിയത്, എത്ര കാറ്റഗറീസ് വേണം, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? പല കളർ ഉള്ളതാണല്ലോ, ഒന്നെങ്കിൽ ആ കളേഴ്സ് അനുസരിച്ച് നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ തന്നെയാ തീരുമാനിക്കുന്നത് എന്ത് റൂൾ വെച്ചിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യണമെന്നുള്ളത്. ഒന്നുകിൽ കളർ വെച്ചിട്ട് നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാം. അപ്പം അതിൻ്റെ അകത്ത് 8 തരം കളേഴ്സ് ഉണ്ടെങ്കിൽ ആ 8 ക്ലാസ്സസ് ആയിട്ട് നിങ്ങൾ അതിനെ തിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ. അല്ലെങ്കിൽ ഈ ബീഡ്സിന് പല സൈസ് ഉണ്ടെന്ന് വിചാരിക്കാം. വലിയ ബീഡുകളുണ്ട്, മീഡിയം സൈസ് ഉള്ളതുണ്ട്, സ്മോൾ സൈസ് ഉള്ളതുണ്ട്. അങ്ങനെ ആ ബീഡ്സിന് സൈസ് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തന്നിട്ടില്ല, വേറെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഓക്കെ, ഗ്രൂപ്പ് ചെയ്യാനായിട്ട് സൈസ് അനുസരിച്ച് ഗ്രൂപ്പ് ചെയ്യാം. എന്നിട്ട് വലുത് എല്ലാത്തിനെയും ഒരു ക്ലാസ്സിലേക്ക് ആക്കും, മീഡിയം സൈസ് ഉള്ളത് എല്ലാത്തിനെയും വേറൊരു ക്ലാസ്സിലേക്ക് ആക്കും, സ്മോൾ സൈസ് എല്ലാത്തിനെയും വേറൊരു ക്ലാസ്സിലേക്ക് ആക്കും. അപ്പൊ അന്നേരം എന്താ സംഭവിക്കുന്നത്? എല്ലാ ക്ലാസ്സിന്റെ അകത്തും വ്യത്യസ്ത നിറങ്ങൾ ഉണ്ടായിരിക്കും. ഇനി നിറം അനുസരിച്ചാണ് ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ എല്ലാ ക്ലാസ്സിന്റെ അകത്തും വ്യത്യസ്ത സൈസുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നാ വേണമെന്ന് അറിയത്തില്ലാതെ നമ്മളോട് ലേൺ എന്ന് പറയുമ്പോൾ നമ്മൾ അൽഗോറിതം തന്നെ ഡിസൈഡ് ചെയ്യണം വാട്ട് ഇസ് ദ ക്രൈറ്റീരിയ ഫോർ ലേണിംഗ്, ആൻഡ് ഇറ്റ് വിൽ സിംപ്ലി ഡു ക്ലസ്റ്ററിങ്. അപ്പൊ അത് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ പറയും ഇനി ഞാൻ കളർ അനുസരിച്ചാ തിരിച്ചതെങ്കിൽ ഞാൻ പറയാം എന്നാ ഓരോ കളറിന്റെ അകത്ത് വീണ്ടും ക്ലസ്റ്റർ ചെയ്യാൻ പറയും. അപ്പൊ ഓരോ കളറിന്റെ അകത്ത് വീണ്ടും സൈസെ ബേസ് ചെയ്ത് ക്ലസ്റ്റർ ചെയ്യും. ഓക്കെ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഫൈനലി ലേണിംഗ് നടക്കുന്നത്. ഇതിനെയാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആൻസർ ഇല്ലാത്തത് കാരണം ചിലപ്പം പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റാത്ത പല പാറ്റേൺസും അൽഗോറിതം റൺ ചെയ്യുമ്പോൾ കണ്ടെത്തി എന്ന് വരാം.
അപ്പൊ പുതിയ പാറ്റേൺസും പുതിയ ഗ്രൂപ്പ്സും പുതിയ റിലേഷൻഷിപ്സും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നല്ലൊരു അൽഗോരിതമാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. Okay, now example, can we infer anything about the patients entering the clinic from the following data? നമുക്ക് എന്താണെന്നൊന്നും അറിയത്തില്ലേ, ആകെ ഇൻപുട്ട് ആയിട്ടുള്ളത് ഏജും ജെൻഡറും. ഇതിൽ നിന്നും നമുക്ക് എന്തേലും ഇൻഫർ ചെയ്യാൻ പറ്റുമോ, എന്തേലും പാറ്റേൺ ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. ഇന്നത് വേണം എന്നല്ല ചോദിക്കുന്നത്, എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ ഇൻപുട്ട് ഡേറ്റ കിട്ടിയത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പാറ്റേൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കും, അതാണ് ഔട്ട്പുട്ട്. ഓക്കെ, മൂന്നാമത്തെ തരം ഇസ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടേണ്ടത് എ സെറ്റ് ഓഫ് സ്റ്റെപ്സ് ആണ്. ഓക്കെ, സോ ഈ പർട്ടിക്കുലർ കേസിൽ നമുക്ക് ഓരോ പ്രാവശ്യം സെറ്റ് ഓഫ് സ്റ്റെപ്സ് ആക്ഷൻസ് എടുക്കുമ്പം നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ അടുത്താ ചെല്ലുന്നതെങ്കിൽ റിവാർഡ് ഉണ്ടാവും. അപ്പൊ റിവാർഡ് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സിനെ പ്ലസ് ചെയ്യും. അങ്ങനെയാണ് നോർമലി റിവാർഡ് കൊടുക്കുന്നത്. ഇനി അല്ല, നമ്മൾ ഈ അടുത്ത സെറ്റ് ഓഫ് ആക്ഷൻ അല്ല ഒരു അടുത്ത ആക്ഷൻ എടുക്കുമ്പം നമ്മുടെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ എന്താ പറയാ ഫാറായിട്ടാ പോകുന്നതെങ്കിൽ നമ്മൾ ആ ആക്ഷൻ എടുക്കാൻ പാടില്ല എന്നാണല്ലോ. അപ്പൊ അതിനെ പീനലൈസ് ചെയ്യും, എന്നുവെച്ചാൽ അതിന്റെ പാരാമീറ്റേഴ്സിനെ മൈനസ് ചെയ്യും. അപ്പൊ എന്ന് വെച്ചാൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ ചെയ്ത് 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 അവസാനം ആവശ്യമുള്ള ഒരു സെറ്റ് ഓഫ് ആക്ഷൻസിലേക്ക്, ഓരോ സെറ്റ് ഓഫ് ആക്ഷൻസിന് ഇത്ര മാത്രമേ പാടുള്ളൂ എന്നും ഒരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സും കിട്ടും. അതിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കേസിൽ ചെയ്യേണ്ടത് എന്തുവാ, മാക്സിമം റിവാർഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ഏറ്റവും കുറവും ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതലും ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അതിന് ലേണർ എന്തുവാ ചെയ്ത്, ഒന്നാമത്തെ പ്രശ്നം, ലേണർ ഇസ് നോട്ട് ടോൾഡ് വാട്ട് ദ ആക്ഷൻ ഇസ്. എന്തോ ചെയ്യണം എന്ന് ലേണിംഗ് അൽഗോരിതത്തിനോട് പറയുന്നില്ല. ലേണിംഗ് അൽഗോരിതം തീരുമാനിക്കണം ഒരു ഇൻപുട്ട് കിട്ടിയാൽ ആ ഔട്ട്പുട്ടിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം ചെയ്യുമ്പോഴായിരിക്കും ഡിസ്കവർ ചെയ്യുന്നത് ഒരു ആക്ഷൻ കറക്റ്റ് ആണോ റോങ് ആണോ. അത് കൂടുതൽ റിവാർഡ് കിട്ടുന്നതിനനുസരിച്ച് അത് ഡിസൈഡ് ചെയ്യും ഇന്ന ആക്ഷൻ ചെയ്യണം എന്നും ഇന്ന ആക്ഷൻ ചെയ്യണ്ടാന്ന്. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ ആക്ഷൻ ഔട്ട്പുട്ടിനെ ഡയറക്ട്ലി അല്ലായിരിക്കും ചിലപ്പം അഫക്റ്റ് ചെയ്യുന്നത്. ഓരോ ഡിഫറെന്റ് ആക്ഷൻസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ഷൻസ്, ഒരു സെറ്റ് ഓഫ് നമ്മുടെ ആക്ഷൻസ് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഓരോ ആക്ഷൻ എടുക്കുമ്പോഴും പ്രീവിയസ് ആക്ഷനെ ബേസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും പോകുന്നത്. സോ മോസ്റ്റ്ലി ഈ ഒരു റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗില് ഞാനിപ്പോ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പഠിക്കുവാണെന്ന് വിചാരിക്കുക, സപ്പോസിങ് അതാണ് ഞാൻ ലേൺ ചെയ്യുന്നതെങ്കിൽ എനിക്ക് പല ഓർഡറിൽ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഓരോ ഓർഡറിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്റെ സാമ്പാറിന്റെ രുചിക്ക് വ്യത്യാസം വരും. ഓക്കെ, ഈ രുചിയെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ഞാൻ റിവാർഡ് കൊടുക്കണോ അതോ പീനലൈസ് ചെയ്യണോ. ഓക്കെ, സോ ചിലപ്പോൾ ഞാൻ ഓർഡറേ ഞാൻ തെറ്റിച്ച് കാണും. അപ്പൊ പല കാര്യങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരാം. സീക്വൻസ് തെറ്റിച്ച് കൂടുതലോ കുറവോ എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ കൂടുതൽ ചെയ്ത് കാണും, ഒരു ആക്ഷൻ കുറവ് ചെയ്ത് കാണും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ഒത്തിരിയും പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും വെച്ചിട്ടാണ് ഫൈനലി ഒരു സീക്വൻസ് ഓഫ് ആക്ഷൻസ് വിച്ച് ഇസ് ഗുഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് സിസ്റ്റം തരത്തുള്ളൂ. സോ പല പ്രാവശ്യം ടാസ്കിനെ ഡിഫറെന്റ് രീതിയിൽ പെർഫോം ചെയ്തിട്ട് ഏറ്റവും നല്ല ഔട്ട്പുട്ട് തന്ന സെറ്റ് ഓഫ് ആക്ഷൻസിനെയാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് സിസ്റ്റത്തിൽ നിന്ന് കിട്ടേണ്ടത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ആക്ഷൻസ് മേ അഫക്ട് not only the immediate reward but also the next situation. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ചിലപ്പം കുറെ കാര്യങ്ങളെ എന്താ പറയാ അഫക്റ്റ് ചെയ്തെന്നിരിക്കും. സോ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ സീക്വൻസ് ഇസ് ഓൾസോ കറക്റ്റ് ആൻഡ് ഓരോ ആക്ഷനും കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, ദാറ്റ് ഇസ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. എക്സാമ്പിൾ, ടീച്ചിങ് എ ഡോഗ് എ ന്യൂ ട്രിക്ക്. ഓക്കെ, ഒരു പട്ടിയെ നമ്മൾ ഒരു ട്രിക്ക് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആനിമലിനെ നമ്മൾ ട്രിക്സ് പഠിപ്പിക്കുക, അവര് എന്താ പറയാ
സർക്കസിലോ എവിടെയെങ്കിലും ആണെന്ന് വിചാരിക്കാം. അതിനോട് ചെയ്ത് പറഞ്ഞു കൊടുത്ത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്താ സാധാരണ ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ റിവാർഡ് ചെയ്യും. എന്തെങ്കിലും കഴിക്കാനോ അങ്ങനെ പെറ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്താണ് ചെയ്യുന്നത്. ഇനി റോങ് ആണ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ല ചെയ്യുന്നെങ്കിൽ, സോ നമ്മള് റിവാർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ റിവാർഡ്സ് എന്ന് പറയുന്നത്. പണിഷ് ചെയ്യുന്നതിനാണ് പീനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. നൗ this learning algorithm has to decide whether ആക്ഷൻ ചെയ്തത് കറക്റ്റ് ആണോ റോങ് ആണോ, ഹൗ കറക്റ്റ് ആൻഡ് ഹൗ റോങ്. അതിനനുസരിച്ച് എത്ര റിവാർഡ് ചെയ്യണമെന്നും എത്ര പണിഷ് ചെയ്യണമെന്നും ലേണിംഗ് അൽഗോറിതം ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്താണ് ഈ റിവാർഡ്സും പണിഷ്മെന്റും ചെയ്യുന്നത്, ഔട്ട്പുട്ടെ ബേസ് ചെയ്ത്. ഓക്കെ, സിമിലർ ട്രെയിനിങ് മെത്തേഡ്സ് ആണ് നമുക്ക് കമ്പ്യൂട്ടർ ഗെയിംസിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറിലുള്ള പല ടാസ്കുകൾക്കും ഇതുപോലത്തെ സിമിലർ ട്രെയിനിങ് മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലേയിങ് ബാക്ഗമോൺ ഓർ ചെസ്, ഷെഡ്യൂളിംഗ് അൽഗോറിതംസ്, റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്, ഇതെല്ലാം ഇതുപോലെ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ റിവാർഡ് ചെയ്യുന്നു. അങ്ങനെ സെൽഫ് ലേണിംഗിന്റെ കഥയാണ് പറയുന്നത്. പ്രോഗ്രാം ചെയ്ത് ഈ ഗെയിംസിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന കാര്യം അല്ല പറയുന്നത്. ഒബ്സർവ് ചെയ്ത് മെഷീൻ സെൽഫ് ലേൺ ചെയ്യുന്നതിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അവിടെയൊക്കെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. Okay, now with this we are ending today's lesson. ഇന്നത്തെ ലെസൺ നമ്മൾ ഇതില് കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി നിങ്ങൾ ഇതില് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. എന്നും പറയുന്ന പോലെ തന്നെ ആ ക്ലാസ്സിന്റെ സമയത്ത് തന്നെ ലേൺ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ഞാൻ അഥവാ വാട്സാപ്പ് കണ്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് അറിയാമല്ലോ ബ്ലൂ കളർ ആകുമ്പോൾ ഞാൻ വാട്സാപ്പ് കണ്ടു എന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. അഥവാ ഞാൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കോ ഒന്ന് മെയിൽ ചെയ്യോ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, സോ I will send you the attendance as usual. See you in the next class.